ഡൽഹിയിൽ ഇനി എന്ത് എന്നുള്ളതായിരിക്കും പ്രേക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിലേക്കാണ് ഇനി വരുന്നത്. ഡൽഹി ഭരണം ബി.ജെ.പി പിടിച്ചതോടെ സർക്കാർ രൂപീകരണ ചർച്ച ആരംഭിച്ചു. ബി.ജെ.പി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വൈകാതെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ മുഖ്യമന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. സുമോദ്, ഇപ്പോൾ പർവേശ് ശർമ്മയ്ക്ക് കുറെ കൂടി ഒരു ക്ലെയിം ഉണ്ട്. കാരണം ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച ഒരാൾ എന്ന ഒരു പരിവേഷം, ഒരു ഹീറോയിക് പരിവേഷം കൂടി അദ്ദേഹത്തിനുണ്ട്. അതിനപ്പുറത്തേക്ക് ബി.ജെ.പി ഡൽഹി അധ്യക്ഷൻ ഈ ഇതിൽ മത്സരിച്ചിട്ടില്ല. ബിദുടിയാണെങ്കിൽ തോറ്റുപോവുകയും ചെയ്തു. പക്ഷെ ബി.ജെ.പിയാണ് സെൻട്രൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് വരും തീരുമാനം. എങ്കിൽ കൂടിയും സംസ്ഥാന ബി.ജെ.പിയിലെ താല്പര്യങ്ങൾ കുറെ കൂടി പരിഗണിച്ചാകുമ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ ആർക്കാണ് കൂടുതൽ സാധ്യത സുമോദ്? സേഫ്, ബി.ജെ.പി പ്രധാനമായും 3 ഘടകങ്ങളാണ് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ജാതി, ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് എന്നുള്ള പ്രതിനിധാനം ചെയ്യുന്നുള്ളത് ബി.ജെ.പി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാര്യം അവർക്ക് ഏതൊരാളെ വേണേലും ചൂസ് ചെയ്യാവുന്ന അവസ്ഥയാണുള്ളത്. കാരണം ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബി.ജെ.പിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ജാതി ഒരു പ്രധാന ഘടകമായിട്ട് തന്നെ വരികയാണ്. അതിൽ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള ഒരു ജാതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജാതി തന്നെയായിരിക്കും പലപ്പോഴും പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ 3 തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളെയും, മധ്യപ്രദേശിൽ ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ട ആളെയും, ഛത്തീസ്ഗഡിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളെയുമാണ് മുഖ്യമന്ത്രിയായി കണ്ടെത്തിയത്. അതുപോലെ ഒരു ജാതി പരിഗണന ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും. രണ്ടാമത്തത്, ഒരു രാഷ്ട്രീയ അനുഭവ സമ്പത്ത് പ്രധാനമായി പരിഗണിക്കും. ഇതുകൂടാതെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത കൂടി പരിഗണിക്കുന്നുണ്ട്. കാരണം 22 സീറ്റുമായി വലിയ ഒരു പ്രതിപക്ഷമായി തന്നെ കാര്യം ഒരു കഴിഞ്ഞ ഒരു 10 വർഷമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരു 7-ൽ കൂടുതൽ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഇത്തവണ 22 ആം ആദ്മി എം.എൽ.എമാരുണ്ട്. അതുകൊണ്ട് അതുകൂടി ഒരു പരിഗണിച്ചുള്ള ഒരു ഘടകമായിരിക്കും പ്രധാനമായും നോക്കുക. മാത്രമല്ല, പർവേശ് ശർമ്മയെ ഇന്നലെ തന്നെ അമിത്ഷായെ സന്ദർശിച്ച് ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ തോൽപ്പിച്ചത് ഷീലാ ദീക്ഷിതായിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന. അതിനുശേഷമാണ് ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത്. അതേ മാതൃകയിൽ തന്നെ പർവേശ് ശർമ്മയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. ഇക്കാര്യം പരിഗണിക്കാം എന്നല്ലാതെ പർവേശ് ശർമ്മയ്ക്ക് പ്രത്യേകിച്ച് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. എന്തായാലും 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം തിരികെ വരുന്നത് ഫെബ്രുവരി 15-നായിരിക്കും. ഈ 15-ന് ശേഷം സത്യപ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകൾ ആരംഭിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ബി.ജെ.പി ഏകദേശം കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വിജേന്ദർ ഗുപ്തയുണ്ട്. പ്രതിപക്ഷത്തെ നയിച്ച 7 അംഗങ്ങളുണ്ടെങ്കിൽ പോലും അന്ന് നയിച്ച എം.എൽ.എ ആയിട്ടുള്ള വിജേന്ദർ ഗുപ്തയുണ്ട്. ഇതുകൂടാതെ ഒരു വനിതാ മുഖ്യമന്ത്രി ആണ് പരിഗണിക്കണമെങ്കിൽ രേഖ ഗുപ്ത ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് പ്രധാനമായിട്ടും പരിഗണനയിൽ വരുന്നത്. മാത്രമല്ല, ജാട്ട് വിഭാഗത്തിന്റെ സോളങ്കി തുടങ്ങിയ ആൾക്കാരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ബാക്കി എം.എൽ.എമാരോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പി നേതൃത്വം നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങളും ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. അതിനുശേഷം ഒരു 15-ാം തീയതിക്ക് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. സുമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഡൽഹി വിധാൻസഭയിൽ ഒരു കാര്യമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2015-ൽ ആകെ 3 ബി.ജെ.പി അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2020-ലേക്ക് എത്തിയപ്പോൾ 7 പേരായി. എങ്കിൽ കൂടിയും അതൊരു ക്രിയാത്മക പ്രതിപക്ഷമായി അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ ചേരിയായിരുന്നില്ല. പക്ഷേ ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയെങ്കിലും അവരൊരു വലിയ പ്രതിപക്ഷ ചേരിയായി അതിനകത്തുണ്ടാവും. പക്ഷേ അരവിന്ദ് കെജ്രിവാളില്ല എന്നുള്ളത് അവരുടെ തിരിച്ചടിയാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? കെജ്രിവാൾ ഭരണത്തിന് പുറത്താണെങ്കിൽ കൂടിയും അയാൾ ആ പാർട്ടിയുടെ, ആം ആദ്മി പാർട്ടിയുടെ കോർഡിനേറ്ററാണ്, അതിൻ്റെ തലവനാണ്. ആ നിലയ്ക്ക് ഇനി പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് ഇനി അദ്ദേഹത്തിന് പുതിയ പദ്ധതികൾ എന്തെങ്കിലും, പുതിയ വാർത്താ സമ്മേളനമോ ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ സുമോദ്? ഏത് തിരിച്ചടിയിലും ഒരു അമ്പരപ്പിക്കുന്ന നീക്കവുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമ്മൾ 2012 മുതൽ അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ സാധാരണ ഏതെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹം ഒരു 10 ദിവസത്തെ ഒരു മൗനത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഒരു പുതിയ തന്ത്രവുമായി വരുന്ന ഒരു അരവിന്ദ് കെജ്രിവാളിനെയാണ് കാണുന്നത്. കാരണം ഈ
ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് സംഭവിച്ചത്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ അതേപോലെ തന്നെ മനീഷ് സിസോദിയ രണ്ടുപേരും തോക്കുമെന്ന് അവർ സ്വപ്നവി പോലും വിചാരിച്ചിരുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ നേരത്തെ മനീഷ് സിസോദിയക്ക് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു ആശങ്കയുണ്ടോണ്ടാണ് അദ്ദേഹത്തിനെ പട്പർഗഞ്ചിൽ നിന്നും മാറ്റി ജൻപുരയിൽ മത്സരിച്ചത്. ജൻപുര കുറെ കൂടി ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിച്ചാൽ വിജയിക്കും എന്നുള്ളത് കൊണ്ടാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ ഈ രണ്ടു പേർക്കും വലിയ തിരിച്ചടി ആയതുകൊണ്ട് സംഭവിച്ചതുകൊണ്ട് ഉടനടി ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട, കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്നാണ് കരുതുന്നത്. മാത്രമല്ല ഈ സൗജന്യം BJP കൊണ്ട് അങ്ങനെ തുടർന്നു കൊടുക്കാൻ സാധ്യമല്ല എന്നൊരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. കാരണം സൗജന്യ വെള്ളം, സൗജന്യ കറണ്ട്, ഇവിടെ കറണ്ട് ഈ വൈദ്യുതി വിതരണം ചെയ്യുന്നത് അദാനിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദാനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അദാനി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സൗജന്യം പല മേഖലയിലും ഒഴിവാക്കേണ്ടി വരും. ആ സമയത്ത് ഒരു ജനങ്ങളുടെ ഒപ്പം നിന്ന് ചേരി നിവാസികളെ സംഘടിപ്പിച്ചിട്ടുള്ള സമരം എന്നുള്ള തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും കുറച്ച് മറ്റു സംസ്ഥാന നിയമസഭകളിലെ കൂടിയുള്ള മറ്റു ആം ആദ്മിയുടെ സംസ്ഥാന കമ്മിറ്റികൾ കൂടി പുനരുജ്ജീവിപ്പിക്കുക, അങ്ങനെ ഒരു വിശാലമായ ഒരു പദ്ധതിക്ക് തന്നെയാണ് ആം ആദ്മി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. വിശദാംശങ്ങൾ നൽകിയത് D. ധനസുമോദ്.